സെപ്റ്റംബർ മാസം വേളാങ്കണ്ണിയിൽ ഒരു റിസ്ക് ആണോ? ഇവിടുത്തെ റഷും റൂം റെൻറ്റ് അല്ല ഫുഡ് വെച്ച് കഴിക്കണോ അത് ഹോട്ടലിൽ നിന്ന് കഴിക്കണോ, ട്രെയിനിന് വരണോ ബസ്സിന് വരണോ, ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? അപ്പം നമുക്ക് ഈ ഡൗട്ടുകളെല്ലാം 1 by 1 ആയിട്ട് ഓരോ എപ്പിസോഡിലും ക്ലിയർ ചെയ്യാം. വെൽക്കം എവരിവൺ ടു ന്യൂ വീഡിയോ. വെൽക്കം ടു വേളാങ്കണ്ണി. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജസാദ് എന്നാണ്. ഞാനൊരു പ്രൊഫഷണൽ വീഡിയോ എഡിറ്ററാണ്. ഇതെൻ്റെ ഫസ്റ്റ് ട്രാവൽ വീഡിയോ കേട്ടോ. എൻ്റെ കൂടെയുള്ളത് അമ്മച്ചിയും വൈഫുമാണ്. ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് അങ്കമാലിയിൽ നിന്നാട്ടോ. ഞങ്ങൾ കാരക്കൽ എക്സ്പ്രസ്സിനാണ് അങ്കമാലിയിൽ നിന്ന് നാഗപട്ടണം വരെ പോയത്. ഈ ട്രെയിൻ രാത്രി 11:15 അങ്കമാലിയിലെത്തുന്നത്. രാത്രി ഒരുപാട് വൈകി, അതുകൊണ്ടാണ് ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വീഡിയോ എടുക്കാതിരുന്നത്. അത് മറ്റ് യാത്രക്കാർക്ക് ഡിസ്റ്റർബ് ആവില്ല, അതുകൊണ്ടാട്ടോ. ഈ തവണ സെക്കൻഡ് AC ട്രാവൽ ചെയ്തത്. നല്ല കംഫർട്ടായിരുന്നു കേട്ടോ. പിന്നെ തമിഴ്നാടിൻ്റെ കാഴ്ചകൾ പറയേണ്ടതില്ലല്ലോ, അടിപൊളിയാണ്. നമ്മൾ കണ്ട മിക്ക റെയിൽവേ സ്റ്റേഷനിലും മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അടിമുടി മാറുകയാണ്. പിന്നെ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ബ്രെഡും പീനട്ട് ബട്ടറും പിന്നെ കുറച്ച് വെള്ളവും കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. തമിഴ്നാട്ടിലെ പാടങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ആക്ച്വലി കുറച്ച് ലേറ്റായിട്ടാണ് ട്രെയിൻ നാഗപട്ടണത്ത് എത്തിയത്. ഈ ട്രെയിനിൻ്റെ റൈറ്റ് ടൈം 10:30 ആട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ വേളാങ്കണ്ണിയിൽ വരാൻ ഏറ്റവും കംഫർട്ട് അത് ട്രെയിൻ തന്നെയാട്ടോ. നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ മൊത്തത്തിലാകെ മാറിപ്പോയിട്ടാണ്. പുതിയ ബിൽഡിങ്, മുറ്റത്തെല്ലാം ടൈല്, അടിപൊളിയായിട്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അത് പുതിയ ബിൽഡിങ്ങിലാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോഴേക്കും ട്രെയിൻ വന്നു കേട്ടോ. ഞാൻ കുറച്ച് ടെൻഷനായി. ആക്ച്വലി ടെൻഷൻ ആവേണ്ട കാര്യമില്ല കേട്ടോ. ഈ ട്രെയിൻ വേളാങ്കണ്ണിക്ക് പോകുന്ന ഈ ട്രെയിൻ കുറച്ച് നേരത്തെ വരും കേട്ടോ. ഇതിൻ്റെ റൈറ്റ് ടൈം 11:30. കൃത്യം 11:30 തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വേളാങ്കണ്ണിക്ക് പോകുന്ന ട്രെയിൻ ആദ്യം വന്നിരുന്നത് പ്ലാറ്റ്ഫോം 3-ലായിരുന്നു. ഇപ്പം അത് മാറ്റി പ്ലാറ്റ്ഫോം 1-ലേക്ക് മാറ്റിയിട്ടുണ്ട്. നാഗപട്ടണത്തിൽ നിന്നും വേളാങ്കണ്ണിക്ക് പോകുന്ന യാത്ര അതൊരു അടിപൊളിയാട്ടോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ എടുത്തത് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കണ്ടു നോക്കണേ. കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം വേളാങ്കണ്ണിയിലെത്തി. ആ ബോർഡ് കാണുമ്പോൾ തന്നെ ഒരു ഫീലാട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് വേളാങ്കണ്ണിയിലെ റെയിൽവേ സ്റ്റേഷൻ. നല്ല ചൂടാട്ടോ. ഈ സൂര്യനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ചൂടുണ്ടെന്ന്. റൂം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരെ വിളിച്ച് അതിൻ്റെ ലൊക്കേഷൻ ചോദിച്ചു കേട്ടോ. நல்லா இருந்துச்சா? ரொம்ப கஷ்டம். இங்கேருந்து எவ்வளோ தூரம்? ரொம்ப தூரமா அது?
ഇവിടെ വെച്ചാണ് ഓട്ടോ ഡ്രൈവറായ ഇളയരാജയെ പരിചയപ്പെടുന്നത്. പുള്ളി ഒരു നൈസ് മച്ചാണ് കേട്ടോ. പുള്ളിയുടെ നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വേളാങ്കണ്ണിയിൽ വരുമ്പോൾ പുള്ളിനെ വിളിച്ചാൽ മതി കേട്ടോ. കറക്റ്റ് പ്രൈസാണ്, ഓവർ പ്രൈസ് ഒന്നുമില്ല, കറക്റ്റാണ്, നല്ല ഡീലിംഗ് ആണ്. എനിക്ക് പുള്ളിനെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ, കാരണം കറക്റ്റ് ഡീലിംഗ് ആണ്. ഡിവൈൻ സീ ബീച്ച് സ്റ്റേ, ഇവിടെയാണ് നമ്മൾ താമസിച്ചത് കേട്ടോ. ഈ സ്റ്റേ വരുന്നത് മെയിൻ ചർച്ചിൻ്റെ അടുത്തായിട്ടാട്ടോ. അപ്പോൾ AC റൂമിൻ്റെ ചാർജ് വരുന്നത് 1700 അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തു കേട്ടോ. വൈകുന്നേരമായപ്പോൾ മുട്ടുകുത്തി കയറുന്ന പടിയിലേക്ക് പോയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മുട്ടുകുത്തിയാണ് കയറിയത്. ഈ പ്രാവശ്യം ഓരോ അടിവെച്ചാണ് നടന്ന് കയറിയത്. വൈഫും അമ്മച്ചിയും മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് മുട്ടുകുത്തിയും നടന്നും ദേവാലയത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. വൈകുന്നേരത്തെ ആ സ്കൈയുടെ കളർ അത് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം വൈഫും അമ്മച്ചിയും പയ്യെ നടന്ന് ദേവാലയത്തിലേക്ക് എത്തിയിട്ടോ. വേളാങ്കണ്ണിയിൽ വരുമ്പോൾ മനസ്സിന് കിട്ടുന്ന സമാധാനം അതൊന്ന് വേറെ തന്നെയാണ്. പിന്നെ മാതാവിൻ്റെ അടുത്ത് മെഴുകുതിരി കത്തിച്ചുകൂട്ടാം. നൈറ്റും മെഴുകുതിരി കത്തുന്ന വ്യൂവും അതും വേളാങ്കണ്ണിയിൽ വളരെ മനോഹരമായ കാഴ്ചയാട്ടോ. ഇവിടുത്തെ മിനി ബസ് കാണാൻ നല്ല രസമാട്ടോ. പിന്നെ ബീച്ചിലേക്കാണ് പോയത്. ബീച്ചിലേക്ക് പോണ വഴി പഴയ വഴിയല്ല കേട്ടോ, പുതിയ വഴിയാണ്. കാരണം ബീച്ചിൽ പോണ വഴിയെല്ലാം പൊളിച്ച് വീതി കൂട്ടി നിലത്തെല്ലാം ടൈലിട്ടിട്ട് കേട്ടോ, ഇൻ്റർലോക്ക് ടൈലെല്ലാം ഇട്ടിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടു. സ്നാക്സ് വാങ്ങിച്ച് പിന്നെയും ബീച്ചിലേക്ക്. പറക്കും പൊറോട്ട വേളാങ്കണ്ണിയിലുള്ള ഒരു ഫുഡ് അട്രാക്ഷനാണ് പറക്കും പൊറോട്ട. ഇതൊന്ന് നേരിൽ കാണേണ്ട കാഴ്ചയാട്ടോ. ബീച്ചിൽ നമ്മൾ പിന്നെ പോയത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നത് ദ്രാവിഡർ എന്ന റെസ്റ്റോറൻ്റാണ്. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പഴമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ റൂമിലേക്ക്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ വേളാങ്കണ്ണിയിലെ പള്ളികളെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.